പ്രിയമുള്ള കുട്ടികളെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺകേവ് മിററും കോൺവെക്സ് മിററിൻ്റെയും ഫോക്കസ്, ഫോക്കൽ ലെങ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രണ്ട് തരത്തിലുള്ള സംഗതികൾ ഉണ്ടായി അല്ലേ? രണ്ട് തരത്തിലുള്ള സംഗതികളിൽ ഒന്ന് റിയൽ ഫോക്കസ്, വെർച്വൽ ഫോക്കസ്, അങ്ങനെ ഒരു സംഗതി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. കോൺകേവ് മിറർ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നു അല്ലേ? ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്താൽ അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇവിടെ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്താൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് അതിൻ്റെ ഫോക്കസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി കോൺവെക്സ് മിറർ ആണെങ്കിലോ, ലൈറ്റ് റേ വന്നു, ഇൻസിഡൻറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു, അടുത്ത ലൈറ്റ് റേ വരുന്നു, ഇൻസിഡൻറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു. ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ രണ്ട് ലൈറ്റും ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ എന്ത് ചെയ്യുന്നു മനസ്സിലാകുന്നുള്ളതാണ്. രണ്ട് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു ഇവിടെ ഒന്ന് വളഞ്ഞിട്ടുണ്ട്, സോറി. രണ്ട് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ മനസ്സിലാകുന്നു. ഇത് ഇമാജിനറി ആണ്, ശരിക്കുള്ളതല്ല. ഇതാണ് ഫോക്കസ് ഇവിടെ. ഈ രണ്ട് ഭാഗത്തും ഫോക്കസ് ഉണ്ട്. ഇതിനെങ്ങനെ ഇത് റിയൽ ഫോക്കസ് ആണ്, ഇത് വെർച്വൽ ഫോക്കസ് ആണ്, ഇത് മിററിൻ്റെ സെൻറ്റർ, അതിന് പോൾ എന്നാണ് പറയാം. അപ്പോൾ കുറേ ഡിസ്റ്റൻസ് അങ്ങോട്ടുണ്ട്, കുറേ ഡിസ്റ്റൻസ് ഇങ്ങോട്ടുണ്ട്. ഇതിനെ ഡീൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് സൈൻ കൺവെൻഷൻ. എന്താണ് പറയുന്നത്? സൈൻ കൺവെൻഷൻ എന്നും കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നും ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നും വെറും കൺവെൻഷൻ എന്നും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സൈൻ കൺവെൻഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ ഒരു ഷേപ്പ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ പോൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇതാണ് പോള്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസുകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്റ്റൻസുകൾ എന്താണ്? ഡിസ്റ്റൻസുകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനാണ് നമ്മൾ സൈൻ കൺവെൻഷൻ എന്ന് പറയും. ഇപ്പോൾ ഡിസ്റ്റൻസിയുടെ പ്രിൻസിപ്പൽ ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും പോളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമാണ് നമ്മൾ ആ ഡിസ്റ്റൻസിനെ മാർക്ക് ചെയ്യുക. അല്ലാതെ ഫോക്കസ് അല്ല. അപ്പോൾ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പോൾ മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഫോക്കൽ ലെങ്ത്. അപ്പോൾ അത് ഈ ഫോക്കൽ ലെങ്ത് ഇപ്പോൾ അങ്ങോട്ടുണ്ടാവും ഇങ്ങോട്ടുണ്ടാവും. അപ്പോൾ ഈ കേസിൽ ഫോക്കൽ ലെങ്ത് ഇങ്ങോട്ടാണ്, ഈ കേസിലോ ഇവിടുന്ന് അങ്ങോട്ടാണ്. ഇത്തരം കേസുകൾ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ സൈൻ കൺവെൻഷൻ എന്നാണ് പറയാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സംഗതി, എല്ലാ മെഷർമെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൾ മെഷർമെൻറ്റ്സ് ആർ സ്റ്റാർട്ടിങ് ഫ്രം ദി പോൾ. എല്ലാ മെഷർമെൻറ്റ്സും എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പോളിൽ നിന്നാണ് എല്ലാ മെഷർമെൻറ്റും എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് റേ ആണെന്ന് വിചാരിക്കാം. ഇതാണ് അതിൻ്റെ ഇൻസിഡൻറ്റ് റേ. ഈ മിററിലേക്ക് വരുന്ന ഒരു ലൈറ്റ് റേ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ അതേ ഡയറക്ഷനിലുള്ളതെല്ലാം പോസിറ്റീവ്. ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ അതായത് ഇങ്ങോട്ടുള്ള എല്ലാം എന്താണ്? പോസിറ്റീവാണ്. ഇങ്ങോട്ട് അളക്കുന്ന എല്ലാ മെഷർമെൻറ്റും പോസിറ്റീവാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇമാജിനറി ഫോക്കസ് വരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിന് നമ്മൾ +5 എന്നാണ് എഴുതേണ്ടത്. എന്താണ് എഴുതേണ്ടത്? +5. കാരണം ആ ഫോക്കസ്, ആ ഡിസ്റ്റൻസ് അല്ലേ, ആ ഡിസ്റ്റൻസ് എവിടുന്നുള്ളത്? ആ ഡിസ്റ്റൻസ് ഇൻസിഡൻറ്റ് റേയുടെ അതേ ഡയറക്ഷനിലാണുള്ളത്. ഇൻസിഡൻറ്റ് റേയുടെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ എല്ലാ മെഷർമെൻറ്റും പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് മെഷർ ചെയ്ത് തുടങ്ങാം.
ഇവിടുന്ന് മെഷർ ചെയ്ത് തുടങ്ങിയിട്ട് ഇവിടെ എത്തും. ഓക്കെ, ഇവിടുന്ന് മെഷർ ചെയ്ത് തുടങ്ങിയാൽ ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് പോസിറ്റീവാണ്. കാരണം എന്താണ്, ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിലാണുള്ളത്. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് എല്ലാം എന്താണ്, നെഗറ്റീവാണ്. ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഉള്ളതൊക്കെ എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ പോളിൽ നിന്നല്ല നമ്മൾ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മെഷർ ചെയ്തപ്പോൾ അത് ഏത് ഡയറക്ഷനാണ്, നമ്മൾ സ്കെയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 അല്ല, ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ആ ഡയറക്ഷൻ എന്താണ്, ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, പോസിറ്റീവാണ്. ഇനിയിപ്പോൾ ഈ കേസ് നോക്കൂ, കോൺകേവ് മിററിന്റെ കേസ് നോക്കൂ. കോൺകേവ് മിററിലെ ഫോക്കൽ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ പോളിൽ സ്കെയിൽ വെച്ചു, എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എണ്ണ ചെയ്യാം. 1 2 3 4 5 ഇങ്ങോട്ടാണ് എണ്ണുന്നത് അല്ലേ. അപ്പോൾ ഇൻസിഡന്റ് റേ ഇതാണ്, പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, മെഷർമെന്റ്. അപ്പോൾ ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഉള്ളതൊക്കെ എന്താണ്, നെഗറ്റീവാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കുള്ള എല്ലാ ഡിസ്റ്റൻസും, ഇതിപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസുകളൊക്കെ എന്താണ്, പോസിറ്റീവാണ്. ഈ ഡിസ്റ്റൻസുകളൊക്കെ എന്താണ്, പോസിറ്റീവാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് താഴേക്കുള്ള എല്ലാ ഡിസ്റ്റൻസും എന്താണ്, താഴേക്കുള്ള എല്ലാ ഡിസ്റ്റൻസും നെഗറ്റീവാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കുള്ളതൊക്കെ എന്താണ്, പോസിറ്റീവാണ്. താഴേക്കുള്ളതൊക്കെ എന്താണ്, നെഗറ്റീവാണ്. നമ്മൾ സാധാരണ നമ്പർ ലൈൻ വരക്കാറില്ല, ഇതേപോലെ അല്ലേ. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണമൊക്കെ എന്താണ്, 1 2 3 4 5 ഇതൊക്കെ പോസിറ്റീവാണ്. ഇങ്ങോട്ട് വരുന്നതൊക്കെ എന്താ, നെഗറ്റീവാണ്. -2 -3 -4 -5 ഇങ്ങോട്ടുള്ളതൊക്കെ എന്താണ്, നെഗറ്റീവാണ്. അതുപോലെ നമ്പർ ലൈൻ മുകളിലേക്ക് പോകുന്നതൊക്കെ എന്താണ്, പോസിറ്റീവാണ്. 1 2 3 4 5 ഇതൊക്കെ പോസിറ്റീവാണ്. താഴേക്ക് വരുന്നതൊക്കെ എന്താണ്, നെഗറ്റീവ്. -1 -2 -1 -2 -3 -4 ഇതൊക്കെ എന്താണ്, നെഗറ്റീവ്. ഈ ഒരു ഫോർമാറ്റാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കുള്ളതൊക്കെ എന്താണ്, പോസിറ്റീവ്. പ്രിൻസിപ്പൽ ആക്സിസിന് താഴേക്കുള്ള വാല്യൂസ് ഒക്കെ നെഗറ്റീവ്. ഇപ്പം ഞാൻ ഈ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെയും ഈ റേൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എടുക്കുമെന്ന് വിചാരിക്കുക. ആ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ അത് ഇവിടുന്ന് ഇങ്ങോട്ടെല്ലാം അളക്കുക, അതെന്താണ്, പോസിറ്റീവാണ്. ഇനിയിപ്പോൾ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലെ ഡിസ്റ്റൻസ് ആണ് താഴേക്കാണ്, അതുകൊണ്ട് നെഗറ്റീവാണ്. അതുപോലെ പ്രിൻസിപ്പൽ ആക്സിസ് പോളിൽ നിന്ന് അങ്ങോട്ടുള്ളത്, അത് ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിലുള്ള എല്ലാ മെഷർമെൻറ്റും പോസിറ്റീവാണ്. ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് മെഷർമെൻ്റ് ഒക്കെ എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പോള് മുതൽ ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്താലും ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്തപ്പോൾ 5 സെൻറ്റിമീറ്റർ കിട്ടി. ഇവിടുന്ന് ഇങ്ങോട്ട് സ്കെയിൽ വെച്ചാൽ എത്ര കിട്ടാം, 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടാം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റും എന്തായിരിക്കും, തുല്യമായിരിക്കും. പക്ഷെ സൈൻ കൺവെൻഷൻ പ്രകാരം നമുക്ക് എന്തില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ മെഷർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, ഈ പോള് മുതൽ പ്രിൻസിപ്പൽ ആക്സിസ് വരെയാണ് നമ്മൾ മെഷർ ചെയ്തത്. പോള് മുതൽ എന്ത് ചെയ്യുന്നു, പോള് മുതൽ പ്രിൻസിപ്പൽ ആക്സിസ് വരെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഷർമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും സ്കെയിലിൻ്റെ ഫസ്റ്റ് ഭാഗം എവിടെ വെക്കണം, പോള് വെക്കണം. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ 1 2 3 4 5 എന്ന് അങ്ങോട്ടും, ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ 1 2 3 4 5 എന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യണം, എണ്ണണം. ഓക്കെ, അപ്പോൾ പോളിൽ നിന്നാണ് എല്ലാ മെഷർമെൻറ്റും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഇനി രണ്ടാമത് കോൺവെക്സ് മിററും കോൺകേവ് മിററും പറഞ്ഞില്ലേ. കോൺവെക്സ് മിറർ ആകുമ്പോൾ അങ്ങനെ ഒരു ഫോക്കസ് ഇല്ല, കോൺവെക്സ് മിററിന് റിയൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഇല്ല. പക്ഷെ എന്തുണ്ട്, ആ റിയൽ ഫോക്കസ് ഇല്ലാത്തത് കൊണ്ട് കോൺവെക്സ് മിററിന് റിയൽ ഫോക്കസ് ഇല്ല. പക്ഷെ അതിൻ്റെ ഫോക്കസ് എന്താണ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. കോൺവെക്സ് മിററിന് എന്തില്ല, കോൺവെക്സ് മിററിന് റിയൽ ഫോക്കസ് ഇല്ല. അതിനുള്ളത് വെർച്വൽ ഫോക്കസ് ആണ്. പക്ഷേ ആ ഫോക്കസ് പോസിറ്റീവാണ്, ആ ഫോക്കൽ ലെങ്ത് പോസിറ്റീവായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ കോൺകേവ് മിറർ ആകുമ്പോൾ അതിന് റിയൽ ഫോക്കസ് ഉണ്ട്, യഥാർത്ഥത്തിൽ അതിന് ഫോക്കസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ മെഷർമെൻ്റ് എഴുതുമ്പോൾ, ഫോക്കൽ ലെങ്ത്തിൻ്റെ മെഷർമെൻ്റ് എഴുതുമ്പോൾ അത് പോളിൽ നിന്ന് ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റിലേക്കാണ് ആ മെഷർമെൻ്റ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അതെന്തായി മാർക്ക് ചെയ്യണം, അത് നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ സൈൻ കൺവെൻഷൻ
നമ്മൾ ആ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. സൈൻ കൺവെൻഷൻ എന്താണ് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സൈൻ കൺവെൻഷൻ പ്രകാരമാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഡീലാക്കുക. അപ്പോൾ മിറേഴ്സിൻ്റെ മിറർ 3 തരത്തിലുള്ള മിററുകൾ പറഞ്ഞു. പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. അപ്പോൾ ഈ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ലാബിൽ തന്നെ വെച്ചിട്ട് ചെയ്ത് പഠിക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ ലാബിൽ ചെയ്ത് പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. ഇനിയിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ട പഠനങ്ങൾ കൃത്യമായിട്ട് നടക്കണം. അപ്പോൾ അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.